ചായ വിത്ത് മായയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചായ വിത്ത് മായ കുറച്ച് നാളായിട്ട് നമ്മൾ ചെയ്യാറില്ലായിരുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ വിഭവങ്ങൾ എന്ന് പറയുന്നത് ഇത് ഇലയുടെയാണ്. ഇലയുടെ ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാളാണ്. ആ ആള് ഇച്ചാനെ കാണിക്കുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷേ ഉണ്ടാക്കിയ ആൾ ഇവിടെ ഒന്നുള്ള ആളല്ല, കേരളത്തിലുള്ള ഏതോ ഒരു നല്ല മനുഷ്യൻ ഉണ്ടാക്കിയതാണ്. ഫ്രോസൺ വന്ന് നമ്മൾ ചൂടാക്കിയതാണ്. പിന്നെ നമ്മുടെ മിച്ചറും നാട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. പിറവത്തുള്ള കവിതാ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അവിടെ നിന്നാണ് സാധാരണഗതിയിൽ നമ്മൾ സാധനങ്ങൾ മേടിക്കാറ്. അത് നമ്മൾ നാട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. കുറച്ച് നാളായി ചായവിത്തുമായി ചെയ്തിട്ട്, കാരണം നമുക്ക് ലൈഫിൽ ഓരോ തിരക്കുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള തിരക്കുകളുടെ ഭാഗമായിട്ട് മാറി നിൽക്കുമായിരുന്നു. വെറുതെ ചായ തിരക്കില്ലായിരുന്നു, ആശയദാരിദ്ര്യം മൂത്തിട്ടൊന്നും ചെയ്യാനുണ്ടായിരുന്നല്ല. അങ്ങനെയൊക്കെ പലതും പറയും. ഇത് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പോയപ്പോൾ എന്നോട് 1-2 പേര് ചോദിച്ചു, മായ ഇപ്പോൾ ചായയൊന്നും കുടിക്കാറില്ലേ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ചായയൊക്കെ കുടിക്കാറുണ്ട്, അപ്പോൾ വീഡിയോ ഒന്നും കാണാറില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് വീഡിയോ ഇടാവുന്നതാണ്, കുറച്ച് നാളായിട്ട് ഇടാറില്ലായിരുന്നു. അതാണ് ഞാൻ ആക്ച്വലി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ്, ഇപ്പോഴും ഞാൻ ജോലി കഴിഞ്ഞ് വന്നതാണ്. അതുകൊണ്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഡ്രസ്സ് പോലും മാറിയില്ല. അപ്പം എന്തായാലും നമുക്ക് ചായ കുടിച്ചപ്പോൾ ഞാൻ ഓർത്ത് തന്നാൽ പിന്നെ വേഗം തന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന്. എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. പിന്നെ വേറൊരു റീസണുണ്ട്, വിൻ്ററാണ് ഇവിടെ. അപ്പോൾ വിൻ്ററിൽ എല്ലാം ഒന്ന് തണുത്ത് മരവിച്ചിരിക്കുകയാണ്. കാര്യം ഹോട്ടൽ ലീവ്സൊക്കെ കാണാൻ എനിക്ക് ഇഷ്ടമാണെങ്കിലും വിൻ്ററിൽ നല്ല തണുപ്പത്ത് നമ്മളങ്ങനെ അധികം ഒരു എൻജോയ്മെൻ്റ് ഒന്നും ഇല്ല. അങ്ങനെ വിൻ്ററിൻ്റെ അല്ല, വിൻ്റർ കഴിയുമ്പോഴാണ് ഹോട്ടൽ ലീവ്സ്. ഞാൻ പറയാം ആ സമയത്ത് വരുന്ന ഓട്ടം കഴിഞ്ഞാണ്, ശരിയാണ്. ആ ഇല പൊഴിയുന്നതൊക്കെ കാണാനൊരു ഇഷ്ടമുണ്ടെങ്കിൽ ആ വിൻ്ററിൻ്റെ തണുപ്പ് നമ്മുടെ അസ്ഥികളിൽ പിടിച്ച് ഇരിക്കുന്നത് കൊണ്ട് എന്താണെങ്കിലും അത് മാത്രമല്ല, ഈ എന്താ പറയുക, ക്ലൈമറ്റ് അസോസിയേറ്റഡ് ഡിപ്രഷൻ എന്നൊക്കെ പറയുന്ന പല അസുഖങ്ങളുണ്ട്. എനിക്ക് ദൈവകൃപയിൽ ഡിപ്രഷനൊന്നുമില്ല, എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കേണ്ട. പക്ഷേ നമ്മുടെ ക്ലൈമറ്റും നമ്മുടെ മനസ്സും തമ്മിൽ ഒത്തിരി പൊരുത്തമുണ്ട്. അപ്പോൾ ഈ തണുത്ത് മരച്ചിരിക്കുന്ന ക്ലൈമറ്റൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത്ര വലിയൊരു എനർജി ഇല്ല എല്ലാം കൂടെ ചെയ്യാനായിട്ട്. അതൊക്കെയാണ് 1-2 റീസൺസ് കേട്ടോ. പിന്നെ എന്നാ വേറെ വിശേഷങ്ങളൊന്നുമില്ല, എല്ലാം ഭംഗിയായി നടക്കുന്നു. ഇനി അടുത്ത ഞങ്ങളുടെ ബർത്ത്ഡേ വരികയാണ് ഓഗസ്റ്റിൽ. അപ്പോൾ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ ഉണ്ടാവും. അത് വേണമെങ്കിൽ നിർത്തിയിട്ട് കഴിച്ചാൽ കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇത് ചക്ക കൊണ്ടുള്ള അടയാണത്, ചക്ക അടയാണത്. അപ്പോൾ ഇനി കുമ്പളപ്പം, ഇടയിലെ ഇല. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം. അപ്പോൾ എന്നോട് വീഡിയോ ഇടാൻ പിന്നെയും റിക്വസ്റ്റ് ചെയ്ത തങ്കുവിൻ്റെയും ജനയുടെയും ഒക്കെ പ്രചോദനം കൊണ്ടാണ് പിന്നെയും ഞാൻ വീഡിയോ ഇട്ടത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.